അന്നേരം വണ്ടി ഇതിൽ വിട്. അപ്പോൾ ഇതിന് വലിയൊരു അപകടം ഒഴിവാവില്ലേ? വേറെ ആരുള്ളത് വേണം അവിടെ വണ്ടിയിലേക്ക് കയറും. ഈ സൈഡ് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അടച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇതിനെ ഓപ്പൺ ചെയ്യും. ഇതിന് വണ്ടി വരും. അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ മഴ വരും. വേറെ ചെയ്യാൻ മതിയാകുന്നത് എന്താണ് ഇവർക്ക് കണ്ണനായ എനിക്ക് തരിയോ ഈ പട്ടണക്കാർക്ക് അതിനോട് നിന്നോട് ആ നടക്കണ പ്രിയ സുഹൃത്തുക്കളെ, ഒറ്റയാൻ പോരാട്ടം നടത്തുകയാണ് വാണിയമ്പാറ സ്വദേശിയായ ശിവേട്ടൻ. ഇവിടെ വലിയൊരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ വീണിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ റിപ്പോർട്ട് എടുക്കാൻ വരുന്നതിൻ്റെ തൊട്ട് മുമ്പായാണ് ഈ പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ ശിവേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇന്നലെ വൈകിട്ട് തന്നെ 6 ബൈക്കും അതുപോലെ 2 കാറും വീണിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രിയപ്പെട്ട ദീപു, ബിബിൻ, സുഹൃത്തുക്കൾ മുഴുവൻ വിളിച്ച് സൂചിപ്പിച്ചു വാർത്ത ചെയ്യണം, ഇത് എത്രയും പെട്ടെന്ന് അവരെ കൊണ്ട് മൂടിക്കണമെന്ന്. അപ്പോൾ ശക്തമായൊരു പ്രതിഷേധം ശിവേട്ടൻ സേവനം ചെയ്തിരിക്കുകയാണ്. റോഡിൽ വാഴ വെച്ചുകൊണ്ട് നമുക്ക് ശിവേട്ടനോട് നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറയാണ്. ദേശീയപാതയിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്. വാണിയമ്പാറക്കാരെ കൊണ്ട് വാഴ വെപ്പിച്ച് മുടിപ്പിക്കും എന്നുള്ളതാണ് ദേശീയപാതയുടെ തിയറി. ഏകദേശം 10 വർഷം കഴിയുമ്പോഴും ഒരു വേഴവട്ടക്കാലം എന്ന് തന്നെ നമുക്ക് പറയാം. അത് കഴിയുമ്പോഴും ഇവിടെ യാതൊരു മാറ്റവുമില്ല. പണ്ടും ഈ ദേശീയപാത ഇങ്ങനെ ആയിരുന്നു. വാഴയും വഞ്ചിയിറക്കിയും ബോട്ട് സർവീസ് നടത്തും ഒക്കെ തന്നെ വ്യാപക പ്രതിഷേധം നടത്തും. നിരാഹാര സമരം പോലെയുള്ള അനിശ്ചിതകാല നിരാഹാര സമരം പോലെയുള്ള ശക്തമായ പോരാട്ടങ്ങൾ നടത്തിയ വാണിയമ്പാറയിൽ വീണ്ടും അതിൻ്റെ ഒരു ഗതികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്കിവിടെ ശിവേട്ടനുണ്ട്. നമുക്ക് ശിവേട്ടാ ആ കുട്ടികളെ കടത്തി നമുക്ക് കുട്ടികളെയൊക്കെ കടത്തി വിടുന്നുണ്ട് ശിവേട്ടൻ. നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ശിവേട്ടാ. നമസ്കാരം. ഇങ്ങനൊരു പ്രതിഷേധം നടത്തുന്നതിൻ്റെ ആവശ്യകത നമുക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ടില്ല. എന്നാലും എന്താണ് ശിവേട്ടന് പറയാനുള്ളത്? നമ്മൾ ഇന്നലെ കണ്ടാണ് തൃശ്ശൂർ നഗരത്തിൽ ഒരു കുഴിയെ കണ്ടിട്ട് ആ കുഴിയിൽ പെടാതിരിക്കാൻ വെട്ടിച്ച ഒരു അമ്മയും മകനും. ആ മകൻ തൊട്ട് പുറകിൽ വന്ന ബസ് കയറി അതിദാരുണമായിട്ട് മരണപ്പെട്ടു. അമ്മ ഗുരുതരാവസ്ഥയിലാണ്. അത്തരത്തിലൊരു സംഭവം നമ്മുടെ ഈ നാട്ടിൽ എൻ്റെ വീടിന് മുൻവശത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അഗാധമായിട്ടൊരു ഗർത്തമാണ്. അതിൽ താൽക്കാലികമായിട്ട് വരുന്ന വാഹനങ്ങൾക്കൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു ഒറ്റയാൾ പോരാട്ടം തന്നെ നടത്തിയത്. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് സംസാരിച്ച് അവർ പറയും ഈ കമ്പനി വർക്കെടുത്തുള്ള PST ആണ് ചെയ്യേണ്ടതെന്ന്. PSTയോട് ചോദിച്ചാൽ നാഷണൽ ഹൈവേ ആണെന്ന് പറയും. ഇവർ പരസ്പരം തമ്മിലുള്ള ഈ മത്സരം ഇവിടുത്തെ ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ വരുന്ന വാഹനങ്ങൾക്കൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അവരൊന്ന് ശ്രദ്ധിച്ചു പോകാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണിത്. ശിവേട്ടാ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കുഴി എണ്ണി പറഞ്ഞു കൊടുത്ത് ഇവരെ കൊണ്ട് മൂടിക്കേണ്ട ഒരു ഗതികേടായിരിക്കുക. കാരണം ദേശീയപാത NH 544 മണ്ണൂത്തി വടക്കഞ്ചേരി റോഡിലെ എല്ലാ കുഴിയും മൂടൽ പ്രായോഗികമല്ല. കാരണം കുഴി ഇല്ലാത്ത സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കലാവും നമുക്ക് പേരാ എളുപ്പം. പക്ഷേ ഇങ്ങനെ ഒറ്റപ്പെട്ട കുഴി വരുമ്പോൾ ഉണ്ടാകുന്നൊരു ദൂഷ്യം, വളരെ വേഗതയിൽ വണ്ടി വരുമ്പോൾ വീഴും. ഇന്നലെ തന്നെ ദീപവും ബിബിനൊക്കെ വിളിച്ച് പറഞ്ഞു കുറച്ച് വണ്ടികൾ വീണു എന്നുള്ളത്. ഇതിപ്പോൾ ഏകദേശം ഈ കുഴി ഇപ്പോൾ എത്ര ദിവസമായി? ഒരു 2 ആഴ്ചത്തോളം ഈ കുഴി ഇത്തരത്തിൽ കിടക്കുമോ. ഇവർ ചില സമയത്ത് വന്നിട്ട് അതിൽ കുറച്ച് മണ്ണ് വെട്ടിയിടും. ശക്തമായിട്ട് മഴ വരുമ്പോൾ ആ മണ്ണ് ഒലിച്ചു പോവും. ആ കുഴി കുറച്ചും കൂടി വലുതായി മാറും. ഇന്ന് രാവിലെ തന്നെ ഒരു ബൈക്കുകാരൻ അതിൽ പെട്ട് അവൻ നിയന്ത്രണം വിട്ട് അവൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോയി. അത് കണ്ടപ്പോഴാണ് ഞാൻ ഇത്തരത്തിലൊരു വരുന്ന ആൾക്കാർക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇത്തരത്തിലൊരു പദ്ധതി ചെയ്തത്. ഇവിടുന്ന് ഇത് കുഴിയെന്ന് പറയാൻ വലിയൊരു കിണറുകളായിരിക്കുകയാണ്. ഇതിനകത്ത് പെട്ടിട്ട് ജീവൻ നഷ്ടപ്പെടാത്ത കഴിഞ്ഞാൽ ആ കുടുംബത്തിനല്ലേ നഷ്ടപ്പെടുന്നത്? തീർച്ചയായും ദേശീയപാതയിലെ ഒരു അനാസ്ഥ കൊണ്ട് ഒരുപാട് ജീവിതങ്ങൾ അനാഥമായിട്ടുണ്ട് തന്നെ പറയാം. തോന്നിയാസം കാരണം അതിൽ യാതൊരു തർക്കമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇന്നലെ രാത്രി നമ്മൾ കാട്ടാനയുടെ പുറകിലായിരുന്നു. മൊത്തത്തിൽ എന്താ പറയുക, തെരുവുതണ്ടികളെ പോലെ നമ്മളെ പോലുള്ള ആളുകൾ അലഞ്ഞു തിരിയേണ്ട ഒരു അവസ്ഥ ഇവിടുത്തെ അധികാരികൾ ഉണ്ടാക്കി വെച്ചേക്കാണ്. നമുക്ക് ഈ ചെയ്യുന്നതിനല്ല ബുദ്ധിമുട്ട്. നമ്മൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ പ്രവർത്തനം കൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മഹത്തായുള്ള കാര്യം എന്നുള്ളത് മാത്രമേ നമ്മളതിൽ ചിന്തിക്കുന്നുള്ളൂ.
എന്തായാലും അധികാരികൾ ഇതിന് വേണ്ട നടപടി എടുക്കുക. ഇത് വാണിയമ്പാറയിലെ മാത്രം കുഴിയുടെ പ്രശ്നമല്ല, തൊട്ടപ്പുറത്ത് ഒരു കുഴി ഉണ്ടായിട്ട് ഇന്നലെ ജീവേട്ടാ കുഴിയിൽ വീണ 6 വാഹനങ്ങളുടെ ടയർ പൊട്ടി. അപ്പോൾ ആ കുഴിയിൽ ചിലപ്പോൾ കമ്പി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ട്. അപ്പോൾ തന്നെ അവരെ വിളിച്ച് പറഞ്ഞായിരുന്നു. എന്താ ചെയ്തതെന്ന് അറിയില്ല. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. എന്തായാലും അധികാരികളുടെ കണ്ണും കാതും തുറക്കട്ടെ. എത്ര പരിഹാരം കാണണം, കണ്ടേ പറ്റൂ. അടിയന്തരമായി ടാറ് പോലെയുള്ള സംവിധാനം കൊണ്ടിട്ട് തന്നെ അടയ്ക്കണം. വാണിയമ്പാറയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ശിവേട്ടൻ എന്ന വ്യക്തി പൊതുപ്രവർത്തകനാണ്. ഒറ്റയാൻ പോരാട്ടം നടത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.